ഹലോ നമസ്കാരം. അപ്പോൾ എല്ലാവർക്കും ഒരു പുതിയ വീട്ടിലേക്ക് സ്വാഗതം. അപ്പോൾ രാവിലെ ഏകദേശം ഒരു 5:45 കേട്ടോ. രാത്രി നല്ല മഴയായിരുന്നു, ഇപ്പോൾ എല്ലാം മാറി. രാവിലെ കട്ടക്കാപ്പിയും വെച്ചു, കുട്ടിക്കുള്ള ചോറ് വെച്ചേക്കുക. അപ്പോൾ രാവിലെ മകതക്കുട്ടിക്കും മേതക്കുട്ടിക്കുള്ള ഇഡ്ഡലി പോയി കണിച്ചു. ഇഡ്ഡലി മാവ് ഒഴിച്ചു, ഇനി അത് മൂടി വെക്കട്ടെ. ഇഡ്ഡലി നല്ല ആയിരുന്നു കേട്ടോ. ഇനി തീ ഓഫ് ചെയ്തിട്ട് ഇന്ന് ഞാൻ മോൾക്ക് സ്നാക്സ് ആയിട്ട് കൊടുക്കാം. ആപ്പിളും അതുപോലെ 4 മണിക്ക് ചിപ്സുമാണ്. അപ്പം ഇന്ന് മഹതിക്കുട്ടിക്ക് ഞാൻ മഹതിക്കുട്ടിക്കുള്ള പപ്പടമായി. രാവിലെ വന്ന് ഇരിക്കും കേട്ടോ. അതെന്തോന്ന് അറിയില്ല കേട്ടോ. ഒരു ദിവസം കൊക്കാണോ താറാവ് ഒഴിക്കുക ഏകദേശം. ആ തെങ്ങിനകത്ത് എന്തോന്ന് അറിയില്ല കേട്ടോ. ഒന്നും അപ്പം മഹതിക്കുട്ടി എണീറ്റ് വരുമ്പം അവൾക്ക് രാവിലെ ഞാൻ ചായ കൊടുക്കുന്ന കേട്ടോ. എന്നിട്ട് ഞാൻ അവളെ പോയി വിളിക്കത്തത് സാധാരണ. രാവിലെ എഴുന്നേറ്റ് എന്നെ നോക്കിയിരിക്കും കേട്ടോ പാവങ്ങൾ. രാവിലെ ഞാൻ ചോറ് വെച്ച് കൊടുത്തായത്. വന്നാലും അവന്മാർ ആ സമയമാകുമ്പം എന്നെ തപ്പി വരും കേട്ടോ. എന്തെങ്കിലും കഴിച്ചിട്ട് അവന്മാർ ഇവിടെ നിന്ന് പോകത്തുള്ളൂ. വേറെ ഒരാളുണ്ട്, അവൻ വന്നില്ല, കുറച്ച് കഴിയുമ്പം വരും. ഇപ്പം രണ്ടും രാവിലെ എഴുന്നേറ്റ് വന്ന് എൻ്റെ മഹതിക്ക് ചായ കൊടുത്ത് അപ്പം അവൾക്കും വേണം. അവൾക്ക് ഞാൻ കുറച്ചേ കൊടുത്തുള്ളൂ, ഒരു 1/2 ഗ്ലാസ്സൊക്കെ കൊടുക്കും ഡെയിലി. മഹതിക്കുട്ടിയും ഉറക്കം എഴുന്നേറ്റ് വന്ന് ചായ കുടിക്കുക. എന്തുവാ ബബ്ബുവോ എവിടെ? രാവിലെ മഹതിയെ കുളിപ്പിക്കുമ്പോൾ അവളെ കയറ്റണം, അല്ലെങ്കിൽ അവൾക്ക് ഭയങ്കര ദേഷ്യമാണ്. ഉടുപ്പ് ഉരിക്കാൻ വേണ്ടിയിട്ട് എന്നോട് വഴക്കുണ്ടാക്കുന്നത്. രാവിലെ മഹതിക്കുട്ടിയെക്കാളും സ്പീഡാണ് കേട്ടോ മേതക്കുട്ടി. മഹതിക്കുട്ടിയെ സ്കൂളിൽ വിടാൻ വേണ്ടിയിട്ട് മേതക്കുട്ടിയാണ് ഫസ്റ്റ് ഫ്രണ്ടിൽ നിൽക്കുന്നത്. മഹതിക്കുട്ടിയും റെഡിയായി കേട്ടോ. ഞങ്ങൾക്ക് സമയമായില്ല, ഇനിയുണ്ട് ഒരു 5 മിനിറ്റും കൂടെ. രാവിലെ എൻ്റെ ഐ ലവ് യു പറയണോ? ഐ ലവ് യു ആരോടാ? ചേച്ചിടാണോ? ഐ ലവ് യു ആരോടാ മോൻ പറയുന്നേ? ചേച്ചിടാണോ? അമ്മയോടാണോ? ഓക്കെ, താങ്ക് യു. ഇപ്പോൾ രാവിലെ മേതക്കുട്ടി എന്നോട് ഐ ലവ് യു ഒക്കെ പറഞ്ഞിരിക്കും. മേതക്കുട്ടി ഭയങ്കര സന്തോഷത്തോടെ ഇരിക്കുക കേട്ടോ. സ്കൂളിൽ പോയ പുതിയ ഐഡൻറ്റി കാർഡൊക്കെ കാണിച്ചു മേതക്കുട്ടി കിട്ടിയെന്ന് പറഞ്ഞാൽ സന്തോഷത്തിലിരിക്കുക കേട്ടോ. മഹതിയേക്കാളും സ്പീഡാണ് കേട്ടോ. കുടയൊക്കെ എടുത്ത് റെഡിയായി. ഇന്ന് നല്ല വെയിലുണ്ട് കേട്ടോ. സമയമായില്ല, അപ്പം മഹതി ചാടുന്നതിന് പുറകെ ഓടുക കേട്ടോ. ഇപ്പം നല്ല വെയിലാണ് കേട്ടോ. നല്ല വെയിലെങ്കിൽ നല്ല വെയിലാണ് കേട്ടോ. ഈ വെയിൽ ഉച്ച വരെ ആകെ കഴിഞ്ഞാൽ ഞാൻ രക്ഷപ്പെട്ടു. കാരണം തുണിയെല്ലാം ഉണങ്ങി കിട്ടും. അപ്പം ഇത്രയും ദിവസത്തെ തുണിയെല്ലാം പെൻഡിങ് കിടക്കും ഉണങ്ങാനായിട്ട്. ഒന്ന് ചൂടടിച്ചാൽ മതി. ഇപ്പം നല്ല വെയിലുണ്ട്. ഇപ്പം മഴ പെയ്യായിരുന്നാൽ ഞാൻ രക്ഷപ്പെട്ടു. ഞങ്ങൾ രാവിലെ നല്ല ഡാൻസിൻ്റെ മൂഡിലാണ് കേട്ടോ. മകത്തി എന്ത് കാണിച്ചാലും അതുപോലെ തന്നെ നമ്മൾ കാണിക്കും കേട്ടോ. അവളെ ഞാൻ കയറ്റുവാണ്ടി പോവാണ്. ഒരുത്തിൻ്റെ കൈ ഇരിക്കുക. ബസ് വരാറായി. ഞാൻ അവളെ ഇനി കയറ്റി വിടട്ടെ. ബസ് ഇപ്പം എടുത്തു. മഴ ചതിച്ചു ഞങ്ങൾ കയറിയ സമയം നോക്കി പെട്ടെന്നായിരുന്നു ഒരു മഴ പെയ്യുന്നു. നല്ലൊരു മഴയായിരുന്നു.
അപ്പോൾ ഞാനും നനഞ്ഞു, മേതക്കൂട്ടി നനഞ്ഞു കേട്ടോ. മേതക്കൂട്ടി നനഞ്ഞിട്ടുള്ള ഭാവം അത്. അപ്പോൾ നല്ലൊരു മഴ പെയ്തിട്ട് നിൽക്കുന്ന ഭാവം കേട്ടോ. നല്ല മഴയായിരുന്നു. മേതക്കൂട്ടി ഉറക്കുക. അപ്പോൾ എനിക്ക് പുറത്തുനിന്ന് പോകണം, കുറച്ച് സാധനം മേടിക്കണം. പിന്നെ അവൾക്ക് ചെറിയൊരു പനിക്കോളുണ്ട്, അവളെ കൊണ്ട് കാണിക്കുകയൊക്കെ ചെയ്യണം. അപ്പോൾ ഞാൻ റെഡിയായി, ഇനി വണ്ടി എടുത്ത് താമസമുള്ളൂ. ഉച്ചക്കത്തുള്ള സ്പെഷ്യലാണ് ബീറ്റ്റൂട്ട് മെഴുക്കുവരട്ടി. ഇത് കൂട്ടുകറി കേട്ടോ. അത് തക്കാളിക്ക, വാഴയ്ക്ക, അങ്ങനെ എല്ലാം കൂടെ ചേർത്തുള്ള ഒരു കൂട്ടുകറി ഞങ്ങൾ റെഡിയാക്കിയത്. ഇത് മത്തി മാങ്ങ ഇട്ട് പറ്റിച്ചെടുത്തോ കേട്ടോ. ശരിക്കും പറഞ്ഞാൽ ഇത് ഞാനല്ല വെച്ചേട്ടോ, അല്ല ചേച്ചിയുടെ പ്രയോഗമാണ്. ഞാൻ വീഡിയോ മാത്രമേ എടുത്തുള്ളൂ. ചേച്ചിയായിട്ട് വേദക്കുട്ടി ഭയങ്കര സന്തോഷത്തിരിക്കുക. അവൾക്ക് ഭയങ്കര ഇഷ്ടമായിട്ട് ഇങ്ങനെ ഇരിക്കുന്നത് കേട്ടോ. ഉച്ചയ്ക്ക് ഞങ്ങളുടെ സ്പെഷ്യൽ എന്ന് പറഞ്ഞാൽ ഇത് മത്തി മാങ്ങ ഇട്ട് കഴിച്ചു കേട്ടോ. പിന്നെ ഇത് കൂട്ടുകറിയാണ്, എല്ലാ പച്ചക്കറികളും ചേർത്ത് ഒരു കൂട്ടുകറി തയ്യാറാക്കിയത് കേട്ടോ. ഇത് ബീറ്റ്റൂട്ട് മെഴുക്കുവരട്ടി. അപ്പോൾ ഇതാണ് ഞങ്ങൾ ഉച്ചയ്ക്ക് സ്പെഷ്യൽ. അപ്പോൾ ഹോമിയോ ഗുളിക കഴിച്ചിട്ടുള്ള കളി കേട്ടോ. പനിയായപ്പോൾ ഞാൻ സാധാരണ ഹോമിയോ 2 പയർ ഇങ്ങനെ കാച്ചെടുക്കും കേട്ടോ. ഓടുക. രാവിലെ പോയ കോലമല്ല കേട്ടോ, വൈകിട്ട് ഞങ്ങൾ ഇങ്ങനെയാണ്. കുട്ടി പട്ടിയെ കണ്ട് പേടിച്ച് ഓടിപ്പോയി ഭാവം കേട്ടോ. ആരാടാ വന്നാ? ചേച്ചി വന്നോ? ആ, ഇത്ര നേരം എൻ്റെ കൊച്ചു ചേച്ചി നോക്കിയിരിക്കുന്നുണ്ടോ. ഇപ്പോൾ ചേച്ചി വന്ന് സന്തോഷമാണ്. മേതക്കുട്ടിയാട്ടോ ചേച്ചിയുടെ ഷൂ ഒക്കെ ഊരി കൊടുക്കുന്നത് കേട്ടോ. ഓ, വന്നു കഴിഞ്ഞാൽ ഭയങ്കര ഉത്തരവാദിത്തം കേട്ടോ മേതക്കുട്ടിക്ക്. അപ്പോൾ വൈകുന്നേരം ഏകദേശം ഒരു 7 മണി കേട്ടോ. അപ്പോൾ ഞങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെടാൻ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു.